നമസ്കാരം. കൈരളി മാധ്യമ പ്രവർത്തക സുലേഖയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നീ എന്ന് പറഞ്ഞു മേടിച്ചു കുട്ടിയെ പറ്റിയാണ് ഇന്നത്തെ വാർത്ത. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ദുരൂഹതകളാണ് നിഴലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ BJPക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ പൊതുവെ മാധ്യമ പ്രവർത്തകർ വാർത്ത ചെയ്യും. മാത്രവുമല്ല, BJPയുടെ വാർഡ് കൗൺസിൽ ഓഫീസിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അങ്ങനെ മാധ്യമ പ്രവർത്തകർ വാർത്ത എടുക്കാൻ ആദ്യ ദിനം തന്നെ പോയിരുന്നു. അന്ന് VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം BJP പ്രവർത്തകരൊക്കെ കൂടി മാധ്യമ പ്രവർത്തകരെയും പ്രവർത്തകമാരെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദേശാഭിമാനിയുടെ ക്യാമറമാന്റെ ക്യാമറ മേടിച്ച് തല്ലി പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരനെ, അതായത് BJPയുടെ അധ്യക്ഷനെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുലേഖ എന്ന് പറയുന്ന കൈരളിയുടെ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖരന് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP പോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. പോലീസിന്റെയും CPMന്റെയും ഒക്കെ ഇടപെടൽ മൂലമാണ് അനിൽകുമാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ആത്മഹത്യാ കുറിപ്പിൽ എവിടെയും പറയുന്നുമില്ല താനും. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ആ മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. നിങ്ങൾ ചോദിക്കരുത്, ഇല്ല ഞാൻ മറുപടി തരില്ല. നീ ഏത് ചാനലാണ്? നീ അവിടെ നിന്നാൽ മതി, നീ എന്നോട് ചോദ്യം ചോദിക്കണ്ട, നിന്നെ ഞാൻ എടുത്തോളാം എന്നൊക്കെയാണ് സുലേഖ ശശികുമാർ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകയുടെ അടുത്ത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അധിക്ഷേപിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ ആ മാധ്യമ പ്രവർത്തക വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചു വിരട്ടിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദയാകുമെന്ന്. അങ്ങനെ എല്ലാ മാധ്യമ പ്രവർത്തകരും BJPയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരല്ലല്ലോ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ മാത്രമാകും ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കണ്ടിട്ടുണ്ടാവുക. എന്തായാലും സുലേഖ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു. സുലേഖയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ രാജീവ് ചന്ദ്രശേഖർ തേഞ്ഞൂട്ടി. അല്ലെങ്കിലും മലയാളികൾ ഇനിയും പഠിക്കാനുണ്ട് ഈ കർണാടകക്കാരൻ എന്നുള്ളതാണ്. ഏങ്ങി വലിച്ചാണെങ്കിലും എങ്ങനെയൊക്കെ മൂപ്പര് അങ്ങ് പറഞ്ഞൊപ്പിച്ചു. അധിക്ഷേപത്തിന്റെ സമയത്തും ഈ ഏങ്ങി വലിച്ച് മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ശരിയൊക്കെ വന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയാതെ വയ്യ. എന്തായാലും സുലേഖ ഇന്നലെ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ് കൂടി നമുക്കൊന്ന് കാണാം. BJPയുടെ ഭാഗത്തു നിന്ന് ഇതാദ്യമായല്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന അലർച്ചയും ആക്രോശവും അപഹസിക്കലും. മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ 2014 140-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. അവസാനം വന്ന കണക്കനുസരിച്ച് 2024 161-ാം സ്ഥാനത്തും എത്തിപ്പെട്ടു. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താതെ ഒരു സമൂഹത്തിന്റെയും ജനാധിപത്യ മൂല്യം പൂർണ്ണമാവില്ല. BJP ഭരിക്കുന്ന ഇന്ത്യ അക്കാര്യത്തിൽ അപകടകരമായ നാളുകളെയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. സമൂഹത്തിൽ ഉയരുന്ന വിഷയങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും മാധ്യമ പ്രവർത്തകർക്കുണ്ട്. എന്നോട് ചോദ്യം ചോദിക്കരുതെന്നും സംസാരിക്കേണ്ടതില്ലെന്നും ആജ്ഞാപിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആക്രോശിച്ചത് എന്റെ മൗലികമായ ആ അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ്. എന്തായാലും ആ തീട്ടൂരം അനുസരിച്ച് മിണ്ടാതിരിക്കാൻ ഉദ്ദേശമില്ലെന്ന് മാത്രമല്ല, ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് തീരുമാനവും. അതുതന്നെയാണ് എന്റെ സ്ഥാപനം കൈരളി പഠിപ്പിച്ചതും. ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശബ്ദമുയർത്തി ഭീഷണിപ്പെടുത്താമെന്നോ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി മിണ്ടാതിരിക്കുമെന്നോ ധരിക്കരുത്. പരസ്പര ബഹുമാനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. അത് എവിടെയായാലും നീ എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിസംബോധന അധിക്ഷേപമാണ്. ഈ അധിക്ഷേപം എന്നെ പോലെ ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആകരുത്. അത് അനുസരിക്കുന്നവരും വാലാട്ടി കേട്ട് നിൽക്കുന്നവരും ഉണ്ടാകും. അത് BJP ഓഫീസിലോ നിങ്ങളുടെ വീട്ടിലോ ആയിരിക്കാം. വീണ്ടും പറയുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ വേണ്ട സർ, പക്ഷേ ആക്രോശവും അധിക്ഷേപവും അംഗീകരിക്കില്ല എന്നാണ് സുലേഖ ശശികുമാർ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖര, ഇതാണ് നട്ടലുള്ള മാധ്യമ പ്രവർത്തക. നിങ്ങൾ ആക്രോശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വലിയ തോതിൽ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന അത്തരം മാധ്യമ പ്രവർത്തകർക്ക് അങ്ങ് നോർത്തിൽ എന്നാണ് പറയാനുള്ളത്. മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് മാധ്യമ പ്രവർത്തകരെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട്
ആക്ഷേപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത്. മറ്റുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മാധ്യമ പ്രവർത്തകരെ ഈ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്തുന്നത് പോലെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. പക്ഷേ ഇവിടെ ഏറ്റില്ല എന്നുള്ളതാണ്. പിന്നാലെ തന്നെ സുലേഖ ശശികുമാറിന് പിന്തുണയുമായി KJ ഷൈൻ ടീച്ചറുമെത്തി. ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്, തീയാവുക എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ AR റഹീം, അങ്ങനെ നിരവധി നേതാക്കളൊക്കെ രംഗത്തേക്ക് എത്തി. പല രീതിയിലുള്ള പല രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള അതുപോലെ തന്നെ പല മേഖലയിലുമുള്ള ആളുകളുമൊക്കെ സുലേഖയ്ക്ക് പിന്തുണയുമായി എത്തി. AR റഹീം MP പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. എങ്ങനെയാണ് AR റഹീം MP പറഞ്ഞത്? നീ ആയിരക്കണക്കിന് നീകൾ ഇനിയും വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉയർത്തും. ഞങ്ങൾ മലയാളികൾ ചോദ്യങ്ങൾ ചോദിച്ചു വളർന്നവരാണ്. താങ്കൾക്ക് പരിചയമുള്ള നാട്ടിലെല്ലാം നാവടക്കുന്നവരെയും ജിയും ജയ്യും വിളിച്ച് പേടിച്ച് ദാസ്യം കാണിക്കുന്ന അടിമ മനുഷ്യരെ മാത്രം പരിചയപ്പെട്ടതിന്റെ പ്രശ്നമാണ്. ഇത് കേരളമാണ്, നിങ്ങൾക്ക് മലയാളിയെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് മലയാളിയെ മനസ്സിലായിട്ടില്ല. ഇനി ഏറെക്കുറെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി അടിയാണല്ലോ മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ലൂസിഫറിലെ ടോവിനോ പറഞ്ഞൊരു ഡയലോഗ് ഏങ്ങി വലിച്ചു പറഞ്ഞ് ട്രോളിൽ കയറിയ രാജീവ് ചന്ദ്രശേഖരനെ ആരും മറന്നിട്ടില്ല. റീൽസിലും അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങൾ പരത്തിയുമൊക്കെ നമ്മുടെ കേരളം പിടിക്കാൻ വേണ്ടി ഈ ചങ്ങാതി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ അപ്പുക്കുട്ടനെ മറികടക്കുമെന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലതൊക്കെ പറയാതെ പോകാനും കഴിയില്ല. ഇത് ആദ്യമായൊന്നുമല്ല മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. മാധ്യമ പ്രവർത്തകർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടന്നു വരികയാണ്. കേരളത്തിന് പുറത്ത് നമുക്കറിയാം പല രീതിയിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നവരാണ് ഈ BJPക്കാർ. ഇവിടെ സുരേഷ് ഗോപി നോക്കൂ, സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയും ഇതുപോലെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ആളാകാൻ വരല്ലേ എന്നാണ് സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയുടെ അടുത്ത് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്. അയാൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ഡയലോഗുകൾ അടിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും ഒക്കെ സുരേഷ് ഗോപി ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അതിന് മറ്റൊരു പകർപ്പാണ് രാജീവ് ചന്ദ്രശേഖറിൽ കാണുന്നത്. ഈ മുതലാളിയും തമ്പ്രാന്മാരും ഒക്കെ കൂടി എന്താണ് നമ്മുടെ കേരളത്തിൽ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത്? മാധ്യമ പ്രവർത്തകർ BJPയുടെ പൊള്ളയായ മുഖം തുറന്നു കാണിക്കുമ്പോൾ, വ്യാജ പ്രചരണങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ, ഇവരെന്താണ് എന്ന് തുറന്നു കാണിക്കുമ്പോൾ അത് ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്, അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ഇത്തരക്കാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും തങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദം ഉയർത്തുന്ന മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടിയാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നത്. നോക്കൂ, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറിനെ, കൈരളിയുടെ റിപ്പോർട്ടറിനെ ഒക്കെ ആക്രമിക്കുന്നതിലൂടെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി പത്രത്തെയും പാർട്ടി ചാനലിനെയും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെ അതിശക്തമായ വാർത്തകൾ തൊടുത്തുകൊണ്ട് അവർക്കെതിരെ അതിശക്തമായി പോരാടുന്ന ഒരു ചാനലും പത്രവും ദേശാഭിമാനിയും കൈരളിയുമാണെന്ന് നന്നായി രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരും സംഘവും ഈ ഒരു പത്രത്തെയും ഈ ഒരു ചാനലിനെയും തകർക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മളിപ്പോൾ ഇവിടെ ചില പരിപാടികൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായതിൽ പിന്നെ BJPക്കകത്ത് തന്നെ ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള എതിർ ശബ്ദങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. റീൽസും അതുപോലെ തന്നെ കുറെ വീഡിയോകളും ലൈവും ഒക്കെ കൊടുത്താൽ കേരളം പിടിക്കാൻ പറ്റുമെന്നാണ് ഈ മഹാൻ വിചാരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു ബോസ് കളിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് BJPക്കാരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു മുതലാളി കുറെ സ്റ്റാഫുകളേക്ക് വെച്ച് പണിയെടുപ്പിക്കുന്നത് പോലെ, ഒരു കമ്പനിയുടെ CEO പോലെ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇരുന്ന് ആക്ട് ചെയ്യുന്നു. പണിയെടുക്ക്, ചാടിക്കളിക്കണ കൊച്ചുരാമ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചാടിക്കളിപ്പിക്കുന്നു. അപ്പോ ആ ഒരു ഹാങ് ഓവറിൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെയും പറഞ്ഞതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ള നമ്പറുകൾ കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടി കെട്ടിക്കൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാമെന്നാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇത് കേരളമാണ്. ഇവിടെ ഇമ്മാതിരി തെമ്മാടിത്തരവും ഇമ്മാതിരി ഗൂണ്ടായസും ഒന്നും എന്തായാലും വിലപ്പോകില്ല. ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും, ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ശീലിച്ചവരാണ് മലയാളികൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.